നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ പുതിയ അധ്യായങ്ങൾ ചേർത്തുകൊണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. 4 ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ഇന്ന് പൂർത്തിയാക്കിയിരിക്കുന്നു. തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലായിരുന്നു ആദ്യഘട്ടത്തെ തെരഞ്ഞെടുപ്പ്. സമാധാനപരമായി അത് പൂർത്തിയായിരിക്കുന്നു. 2ാം ഘട്ടത്തിലാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ്, അതായത് അടുത്ത വെള്ളിയാഴ്ച. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഈ വാർത്താ ബുള്ളറ്റിൻ തുടങ്ങുന്നത്. എന്തായാലും കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് പോയാൽ എല്ലാ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ചും മലകളും കുന്നുകളും ഒക്കെ കയറാൻ കഴിയുന്ന ഓഫ് റെക്കോർഡ് അല്ലെങ്കിൽ ഓഫ് വണ്ടികളാണ്. പ്രത്യേകിച്ചും ഓഫ് റോഡ് വണ്ടികളാണ് കൂടുതലായും ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ള വണ്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ ഗ്രാമപ്രദേശങ്ങളുടെയും ഊടുവഴികളിലൂടെ ഈ വണ്ടി കടന്നു പോവുകയുള്ളൂ. പല റോഡുകളും തകരാറിലായി കിടക്കുന്നു. യാത്രയ്ക്ക് ഗുണകരമല്ല റോഡുകൾ, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ. അത്തരത്തിലുള്ള റോഡുകൾ കൂടിയൊക്കെ വേണം സ്ഥാനാർത്ഥി കടന്നു ചെല്ലാൻ. അങ്ങനെയുള്ള വാഹനങ്ങളിലൂടെയുള്ള തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഒരു വാർത്തയിലേക്ക് ആദ്യം. മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും ഓടിയെത്തി വോട്ടർമാരെ കാണാനും വോട്ട് പിടിക്കാനുമുള്ള തിരക്കിൽ സ്ഥാനാർത്ഥികൾക്ക് കൂട്ടാകുന്നത് ഓഫ് റോഡ് വാഹനങ്ങളാണ്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെല്ലാം ആശ്രയിക്കുന്നതും ഇത്തരം വാഹനങ്ങളെ. എത്ര മോശം റോഡും ഓടിക്കയറും. കുണ്ടും കുഴിയും ഒന്നും പ്രശ്നമേ അല്ല. നഗര റോഡുകളിലും മലയോര റോഡുകളിലും ഒരുപോലെ യാത്ര ചെയ്യാം. സ്ഥാനാർത്ഥികൾക്കും ഇത് വളരെ സൗകര്യപ്രദം. ആറ്റിങ്ങലിലെ ND സ്ഥാനാർത്ഥി V മുരളീധരൻ തുറന്ന ജീപ്പിലാണ് യാത്ര. മഹീന്ദ്രയുടെ 2 ജീപ്പുകളിലാണ് യാത്ര നടത്തുന്നത്. പകൽ സമയം മേൽമൂടിയുള്ള ജീപ്പും വൈകുന്നേരം പൂർണ്ണമായും തുറന്ന ജീപ്പും. പതിവ് ഓഫ് റോഡ് വാഹനമായ മഹീന്ദ്രയിൽ നിന്ന് മാറി ചിന്തിച്ചത് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറാണ്. ടാറ്റയുടെ സെനനും ഇസൂസുവിന്റെ പിക്കപ്പുമാണ് വാഹനങ്ങൾ. പഴയ വില്ലീസിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങാറുണ്ട്. UDF സ്ഥാനാർത്ഥി ശശി തരൂർ ഇസൂസുവിന്റെ പിക്കപ്പിലാണ് യാത്ര ചെയ്യുന്നത്. കഴിഞ്ഞ വർഷവും ഇതേ വാഹനമാണ് ശശി തരൂർ ഉപയോഗിച്ചത്. പന്ന്യൻ രവീന്ദ്രനാകട്ടെ സഞ്ചാരം മുഴുവൻ മഹീന്ദ്രയുടെ കമാൻഡർ ജീപ്പിലും. വാഹനത്തിന്റെ വിശാലമായ പിൻഭാഗത്ത് നിന്ന് വോട്ടർമാരെ കൈവീശാം, തൊഴുകൈയോടെ വോട്ട് തേടാം. കടുത്ത വെയിലിനെ വെല്ലാൻ എല്ലാ വാഹനങ്ങളിലും ഉയർന്ന മേൽമൂടി. സ്ഥാനാർത്ഥികൾക്ക് പിടിച്ചു നിൽക്കാൻ 3 വശത്തും കൈവരി. രാത്രിയാത്രയ്ക്ക് പ്രകാശം വിതറാൻ ആവശ്യത്തിന് ലൈറ്റുകളും കൊടികളും കട്ടൗട്ടുകളും കൊണ്ട് അലങ്കാരം. ഇത് വെയിലും തടയും. അതിനാൽ തന്നെ റോഡ് ഷോയ്ക്ക് ഓഫ് റോഡ് വാഹനങ്ങളാണ് ഇപ്പോഴത്തെ താരങ്ങൾ. ജനം, തിരുവനന്തപുരം.